നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ പ്രതിപാദ്യ വിഷയം ചവിട്ടുനാടകം എന്ന കലാരൂപത്തെക്കുറിച്ചുള്ളതാണ്. നിങ്ങളേവർക്കും അറിയാം ചവിട്ടുനാടകം, നിങ്ങൾ കേട്ടിട്ടുമുണ്ട് അതിനെപ്പറ്റി. പക്ഷേ എന്താണ് അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ പിന്നിലെ അതിൻ്റെ കഥാസാരങ്ങൾ, ഇതെങ്ങനെയാണ് ഉടലെടുത്തത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ നമുക്കറിഞ്ഞുകൂടായിരിക്കും. അപ്പോൾ ചവിട്ടുനാടകത്തിൻ്റെ ആ വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം. മധ്യകാല യൂറോപ്പിലെ നാടക കലാരൂപങ്ങളെ അനുകരിച്ചും ചിട്ടപ്പെടുത്തിയും ഉണ്ടാക്കിയെടുത്തതാണ് ചവിട്ടുനാടകമെന്ന ഈ കലാരൂപം. എന്നാൽ ഇത് മുഴുവനായും പാശ്ചാത്യ കലയുടെ അനുകരണമാണ് എന്ന് പറയാനും സാധ്യമല്ല. യൂറോപ്പിലെ വിഖ്യാതമായ കഥകളെ ചവിട്ടുനാടകത്തിൻ്റെ ചുവടുകളായി സ്വീകരിച്ചുവെങ്കിലും ഭാഷ ചെന്തമിഴായിരുന്നു. പോർച്ചുഗീസ് സാന്നിധ്യമുള്ള കൊച്ചിയിലും കൊടുങ്ങല്ലൂരുമായിരുന്നു ഈ കലാരൂപത്തിൻ്റെ മൂല തറവാടുകൾ. 300 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ചിന്നത്തമ്പി അണ്ണാവിയാണ് ഈ കലാരൂപം ചിട്ടപ്പെടുത്തിയത് എന്നും തമിഴ്നാട്ടുകാരനായ ഇദ്ദേഹം ഏകദേശം 17 വർഷക്കാലത്തോളം കേരളത്തിലെത്തി കൊച്ചിയിലും കൊടുങ്ങല്ലൂരുമായി താമസിച്ച് ശേഷം തിരിച്ചുപോയി എന്നും ആണ് പറയപ്പെടുന്നത്. തുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ ചരിത്രത്തിൽ കുഞ്ചൻ നമ്പ്യാർക്കുള്ള അതേ സ്ഥാനമാണ് ചവിട്ടുനാടകത്തിൻ്റെ കാര്യത്തിൽ ചിന്നത്തമ്പി അണ്ണാവിക്കുള്ളത്. അണ്ണാവി ക്രിസ്തീയ വേദപ്രചാരകനായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ചവിട്ടുനാടകം പ്രധാനമായും താണ്ഡവ പ്രധാനമാണ്. ചവിട്ടുനാടകത്തിൻ്റെ ചുവടുകൾ അടിസ്ഥാനപരമായി 12 എണ്ണമായി തരംതിരിച്ചിരിക്കുന്നു. ചവിട്ടുനാടകത്തിൻ്റെ വേഷവിധാനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്നതും ഭംഗിയും മേന്മയുമുള്ളതാണ്. പടയാളികളുടെ വേഷങ്ങളാകട്ടെ റോമൻ ഭടന്മാരെ ഓർമ്മിപ്പിക്കുന്നതുമാണ്. നാടകത്തിൻ്റെ അവസാനം ആശാൻ്റെ നേതൃത്വത്തിൽ നാടകത്തിൽ അഭിനയിച്ച എല്ലാ നടന്മാരും മംഗളസ്തുതിയോടുകൂടി ചുവടുവെച്ച് പിന്നണിയിലേക്ക് പോകുന്നതോടെ ചവിട്ടുനാടകത്തിന് പരിസമാപ്തി കുറിക്കുകയാണ്. ചവിട്ടുനാടകത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി കാണുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.